തെളിവുകളുടെ പിൻബലത്തോടെ അല്ലാതെ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി 25 ദിവസം നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഒരിക്കൽ പോലും ഒരിടത്ത് ഈ കരാറിനെ സംബന്ധിച്ച് ഒരു സൂചന പോലും നൽകിയില്ല. എന്തുകൊണ്ട് നൽകിയില്ല? മറച്ചു വെക്കാൻ ഒന്നുമില്ല എങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയേണ്ടതല്ലേ? സ്പ്രിംഗർ എന്ന് പറയുന്ന കമ്പനിയുമായി നടന്ന ഇടപാടുകളെ സംബന്ധിച്ച് എന്തുകൊണ്ട് പൊതുസമൂഹത്തെ അദ്ദേഹം അറിയിച്ചില്ല? ഏപ്രിൽ 10-ാം തീയതി ഞാൻ പറയുന്നതിന് മുമ്പ് ഈ കാര്യം കേരളത്തിലെ ഒരു വ്യക്തിക്കും അറിയില്ലായിരുന്നു എന്നതാണ് സത്യം. IT സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ സെക്രട്ടറിമാരുടെ മീറ്റിംഗിൽ പറഞ്ഞുവെന്ന്. സെക്രട്ടറിമാരുടെ മീറ്റിംഗിൽ തന്നെ ഒരു പ്രൊജക്ടർ വെച്ചിട്ട് ഇത് കാണിക്കുകയാണ് ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന സെക്രട്ടറിമാർ ഇത് കണ്ടു എന്നുള്ളതല്ലാതെ അവരുടെ ആരുടെയും അഭിപ്രായം ഈ കാര്യത്തിൽ തേടിയില്ല. അങ്ങനെയാണോ സർക്കാർ നടപടികൾ മുന്നോട്ട് പോകേണ്ടത്? അടിയന്തരമായ സാഹചര്യത്തിലുള്ള അടിയന്തര തീരുമാനമാണെങ്കിൽ പോലും സെക്രട്ടേറിയറ്റിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ കാണിക്കാൻ എത്ര സമയമെടുക്കും? അപ്പോൾ എല്ലാ ഇടപാടുകളും ദുരൂഹമായിട്ടാണ് മുന്നോട്ട് പോയത്. സ്പ്രിംഗർ എന്ന് പറയുന്ന ഈ കമ്പനിയുമായി 2 വർഷമായി ചർച്ച നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ IT സെക്രട്ടറി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിൽ ചൂണ്ടിക്കാണിച്ചത്. എവിടെല്ലാം വെച്ച് ചർച്ച നടത്തി? എനിക്കറിയേണ്ടത്, അമേരിക്കൻ സന്ദർശന വേളയിൽ മുഖ്യമന്ത്രി ഈ കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? IT സെക്രട്ടറി പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട കാര്യമാണ്. 2 വർഷമായി ഈ അന്താരാഷ്ട്ര കമ്പനിയുമായി നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? പ്രായം ചെന്ന മാതാപിതാക്കൾ നാട്ടിലുണ്ട്, അവരെ സംസ്ഥാനം വേണ്ട പോലെ കരുതുന്നു, അതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി, കേരളത്തെ സഹായിക്കാൻ വേണ്ടി ഒരു പ്രവാസി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കമ്പനി ആയതുകൊണ്ട്, ഫ്രീ ആയതുകൊണ്ട്, സൗജന്യമായതുകൊണ്ട് ഞങ്ങൾ ആ സേവനം തേടിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? IT സെക്രട്ടറി പറയുന്നു 2 വർഷമായി ഈ കമ്പനിയുമായി ചർച്ചയുണ്ട്. ഹൂസ്റ്റൺ അടക്കം നിരവധി അമേരിക്കൻ സ്റ്റേറ്റുകളിൽ ഇവരുമായി ചർച്ച നടത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് നേരെ തിരിച്ചാണ്. നമ്മളെയൊക്കെ സഹായിക്കാൻ വേണ്ടി സ്വന്തം മാതാപിതാക്കൾ പ്രായമുള്ളവരായതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് പറഞ്ഞത്. ഒരു പ്രവാസിയുടെ സഹായമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏതാണ് ശരി? മുഖ്യമന്ത്രി വിശദീകരിക്കണ്ടേ? അപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണ് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവ് ആവശ്യമുണ്ടോ? നേരത്തെ പറഞ്ഞു, എല്ലാ പത്രസമ്മേളനങ്ങളിലും തൊട്ടടുത്തിരിക്കുന്ന ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ റവന്യൂ മന്ത്രി പാവം ഒരക്ഷരം പോലും കഴിഞ്ഞ് 25 ദിവസം വേണ്ടിയിട്ടില്ല. നിങ്ങളോട് ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കണം. കാരണം അദ്ദേഹത്തിന്റെ വകുപ്പാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഒരു ഫയൽ സൃഷ്ടിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴും ഒരു ഫയലുമില്ല. ഇനി ഇതിന് ശേഷം വല്ല ഫയൽ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരു ഫയല് പോലും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല. ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശരിയായി. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയാവുകയാണ്. ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കേഴ്സ് മാർച്ച് 27 ഉത്തരവിറങ്ങുമ്പോൾ ആ കരാറില്ല എന്ന് പറഞ്ഞു. അവര് ആ കരാറില്ലാത്ത സമയത്താണ് ആരോഗ്യ വിവരങ്ങൾ അവരുടെ വെബ്സൈറ്റിലേക്ക് അവർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിവെച്ചു. ഏപ്രിൽ 14 ഞാൻ ഉന്നയിച്ച ശേഷമാണ് ഈ വസ്തുത ഞാൻ നിങ്ങളോട് പറഞ്ഞതിന് ശേഷമാണ്
NDA ഉണ്ടാകുന്നത്, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അമേരിക്കയിൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്നുള്ള കാര്യം പൊതുസമൂഹം അറിയുന്നത്. ഇപ്പോൾ IT സെക്രട്ടറി പറയുന്നു ഇന്ത്യൻ നിയമങ്ങളെക്കാൾ ശക്തം അമേരിക്കൻ നിയമമാണെന്ന്. സ്റ്റോർ പർച്ചേസ് മാനുവലിന്റെ കോപ്പിയാണ് എൻ്റെ കയ്യിൽ. കേരള ഗവൺമെന്റിൽ ഇന്ന് നിലനിൽക്കുന്ന സ്റ്റോർ പർച്ചേസ് മാനുവൽ ഇതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. ആപ്ലിക്കബിൾ ലോ 15(4) കോൺട്രാക്ട്സ് ഷാൽ ബി ഇന്റർപ്രിറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോസ് ഓഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് വേണം കോൺട്രാക്ട് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പ്രത്യേക അനുവാദം വേണ്ടി വരും. കേന്ദ്ര ഗവൺമെന്റിന്റെ ചില അനുവാദങ്ങൾ വേണ്ടിവരും. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇൻഫോംഡ് കൺസെന്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. 41 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ 17ാമത്തെ ചോദ്യം ഏറ്റവും സുപ്രധാനമാണ്. ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളുടെ ഈ ആരോഗ്യ വിവരങ്ങൾ സ്പ്രിംഗർ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ള വിവരം കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് അറിയില്ല. അവരോട് ആരും പറഞ്ഞില്ല. അതൊരു ഇൻഫോംഡ് ഗവൺമെന്റിന്റെ ആളുകൾ വരുന്നു, ഡീറ്റെയിൽസ് എടുക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ സ്വകാര്യ ആരോഗ്യ വിവരങ്ങൾ ഇതുപോലൊരു അമേരിക്കൻ കമ്പനികളുടെ വെബ്സൈറ്റിലേക്ക് കൊടുക്കുന്നു എന്ന് ഒരു പാവപ്പെട്ടവർക്കും അറിയില്ല. അതിനെ ഇൻഫോംഡ് കൺസെന്റായി കാണാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അവസാനം IT സെക്രട്ടറിക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. അതിനേക്കാൾ വലിയൊരു വഞ്ചന ഏതാണുള്ളത്? കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ CDIT ഉണ്ട്, NIC ഉണ്ട്, IT മിഷൻ ഉണ്ട്. അവിടെയൊക്കെ ഈ ഡേറ്റ പ്രോസസ് ചെയ്യാൻ കഴിയില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാർട്ടപ്പിന്റെ സഹായം പോലെ എന്റെ കയ്യിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും കബളിപ്പിക്കുന്നതിനും ഒരു അറുതിയുണ്ട്, ഒരതിരുണ്ട്. ഇവിടെ രാജസ്ഥാനിൽ അമേരിക്കൻ കമ്പനിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഡേറ്റ അനാലിസിസ് നടത്തുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ അവിടുത്തെ IT-യുടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, അശോക് ഗെഹ്ലോട്ടുമായി. അശോക് ഗെഹ്ലോട്ടിന്റെ IT സെക്രട്ടറി എനിക്ക് അതിന്റെ മുഴുവൻ വിവരങ്ങൾ തന്നു. രാജസ്ഥാനിൽ ഡ്രോണ മാപ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അവർക്ക് വേണ്ടി ഡേറ്റ അനാലിസിസ് നടത്തുന്നത്. അതിന്റെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഉത്കേഷ് സിംഗ്, ആയുഷി മിശ്ര, 2 ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. അവര് ഈ കമ്പനി ഉള്ളത് കോർപ്പറേറ്റ്, അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഗുഡ്ഗാവിലാണ്. ഇന്ത്യൻ കമ്പനിയാണ്. എല്ലാം ഞാൻ വായിക്കുന്നില്ല. ഇന്ത്യൻ അവർ പറയുന്നത് രാജസ്ഥാനിലെ ഡേറ്റ സെന്റർ ഉണ്ട്. ആ സെന്റർ വളരെ ശക്തമാണ്, ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അവരാണ് ഈ ഡേറ്റ എല്ലാം സൂക്ഷിക്കുന്നത്. Drona Maps has implemented a state dashboard of Rajasthan state governments, which is available at corona.rajasthan.government.in. This deployment is run from within the VPN, the Visual Private Network, zones of the Rajasthan STC data center, owned and operated by the Rajasthan government. All data is stored, processed and uploaded within secure network, controlled with limited login for selected members of the government. Data between workstation and server is transferred inside the VPN zone on a dedicated IP. All data is rendered within the respective encrypted VPN zones of the data center, and results served to admin login only via secure port 443 HTTPS. No data storage on client computers, either GIS data warehouse and web server are in separate network zones with no direct access once removed from the direct public interface.
എത്ര കള്ളത്തരമാണ് ഈ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളത് പറയുന്നത്. രാജസ്ഥാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ച ശേഷം രാജസ്ഥാനിലെ IT സെക്രട്ടറി എനിക്ക് അയച്ചു തന്ന ഡീറ്റെയിൽസ് ആണ്. ഇത് തന്നെയാണ് പഞ്ചാബിൽ ചെയ്യുന്നത്. ഇതേ കമ്പനി ഒരു സ്റ്റാർട്ടപ്പാണ്, ഗുഡ്ഗാവിലുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് ഇത് പഞ്ചാബിലും ചെയ്യുന്നത്. കോൺഗ്രസ് ഗവൺമെന്റുകൾ ഭരിക്കുന്ന പഞ്ചാബിലും രാജസ്ഥാനിലും അമേരിക്കൻ കമ്പനിയാണ് ഡേറ്റ അനാലിസിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളുകളെ കളിപ്പിക്കുകയാണ്. നേരത്തെ ഐസക് കളിപ്പിച്ചു. രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും 50% സാലറി വെട്ടിക്കൊടുത്തു. ഞാൻ നിങ്ങളുടെ അവരോട് സംസാരിച്ചിട്ട് വിവരം പറഞ്ഞ പിന്നെ അദ്ദേഹം മിണ്ടിയിട്ടില്ല. ഇത് ആരാണ് ഐസക്കിന് വിവരമെല്ലാം കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര കള്ളത്തരമാണ് ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. അമേരിക്കൻ കമ്പനി രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്നു, എന്താണ് മറുപടി എന്ന് എന്നോട് നിരവധി തവണ ചാനൽ ചർച്ചകളിൽ ചോദിക്കുക. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഈ കമ്പനി ഇപ്പം ബംഗ്ലാർ പ്രവർത്തിക്കുന്നുണ്ടല്ലോ കുറെ കാലമായി. എന്ത് റിസൾട്ടാണ് ഉള്ളത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇതുവരെ മറുപടി പറയാൻ അവർ കഴിഞ്ഞിട്ടുണ്ടോ? IT സെക്രട്ടറി പറഞ്ഞില്ല, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞില്ല. ഇപ്പൊ ലോകം മുഴുവൻ കേരളത്തിൽ കൊറോണ നേരിട്ട കാര്യത്തിലും ഫ്ലഡ് നേരിട്ടതിലും ഈ കമ്പനിക്കാണ് മുഴുവൻ ക്രെഡിറ്റ് പോകുന്നത്. അവരെ പ്രചരിപ്പിക്കുകയാണ്. കേരള ഗവൺമെന്റിന്റെ നമ്മുടെ സിമ്പലും അതോടൊപ്പം തന്നെ നമ്മുടെ ഡീറ്റെയിൽസും വെച്ചിട്ട് അവർ പ്രചരിപ്പിക്കുന്നത് ഈ പ്രതിസന്ധികളെല്ലാം നേരിട്ടത് ഈ അമേരിക്കൻ കമ്പനിയാണ് എന്ന നിലയിൽ വ്യാപകമായ പ്രചരണം നടത്തുകയും ബിസിനസ് സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, ഈ കമ്പനിയുമായി കഴിഞ്ഞ 2 വർഷമായി എന്തെല്ലാം ചർച്ചകൾ നടന്നു? എവിടെല്ലാം വെച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തി? ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ അഴിമതി 100% ശരിയാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. അദ്ദേഹം ഒരു കാര്യവും പറയുന്നില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വകുപ്പിൽ അഴിമതി ആരോപണം ഉണ്ടായാൽ അതിന്റെ സെക്രട്ടറി വന്ന് പത്രക്കാരോട് സംസാരിക്കുന്നു. എന്തിനാണ് ഈ മന്ത്രി? ജനാധിപത്യത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് മന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാമല്ലോ. അദ്ദേഹം വിശദീകരിക്കുന്നതിന് പകരം IT സെക്രട്ടറി എല്ലായിടത്തും നടന്ന് വിശദീകരിക്കുക. ഒരു സെക്രട്ടറിക്ക് മറുപടി പറയുന്നത് ഉചിതമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിന്റെ കാര്യത്തിലേക്ക് കൂടുതൽ കടക്കാത്തത്. ഒരു ഉദ്യോഗസ്ഥന്റെ തലയിൽ കെട്ടിവെച്ച് തന്റെ ഉത്തരവാദിത്വം മുഴുവൻ കൈ കഴുകുന്ന അത് ശരിയല്ല. പീലാത്തോസിനെ പോലെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ കൈ കഴുകി പോകാൻ കഴിയുന്ന കേസല്ല ഇത്. ഒരു സംശയവും വേണ്ട. ആ കൈകഴുകൽ വളരെ ദയനീയമായിട്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ കച്ചവടം നടത്താൻ സൗകര്യം ചെയ്തു കൊടുത്ത ഒരു മുഖ്യമന്ത്രി ആളുകൾ ചോദിക്കുന്ന, പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് എന്തിനാണ് ഒഴിഞ്ഞു മാറുന്നത്? പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാം. പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ജനങ്ങളോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹം പറയുന്നത് ശരിയാണ്, ഇതിനൊന്നും അദ്ദേഹത്തിന് ഉത്തരവാദിത്വമില്ല. ഇന്നലെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് ഒരു കാലത്തുണ്ടായ ഉൾപാർട്ടി പ്രശ്നങ്ങളും കുഴപ്പങ്ങളും കഥയാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളും അതുമായിട്ട് എന്താ ബന്ധം? അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് നടന്ന ഉൾപ്പാരും പ്രശ്നങ്ങളും അത് അദ്ദേഹത്തിന്റെ തലവേദനയായിരുന്നു, ഞങ്ങളുടെ തലവേദനയായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്ന് തലയൂരാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അത് അദ്ദേഹം ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് തീർക്കട്ടെ. ഞങ്ങൾക്ക് അതിൽ പങ്കാളിത്തമുള്ളവരല്ലല്ലോ. സത്യം പുറത്തുകൊണ്ടിരുന്ന മാധ്യമങ്ങളെ മാധ്യമ സിൻഡിക്കേറ്റ് നിർമ്മിച്ച് അപമാനിക്കുന്നു. അത് കുറെ കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
ഇഷ്ടമില്ലാത്ത വാർത്തകൾ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരെ മാധ്യമ സിൻഡിക്കേറ്റ് ആണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക, അപമാനിക്കുക, മാധ്യമ പ്രവർത്തകനെ വണ്ടി ഇടിച്ചു കൊല്ലുന്നവനെ അപ്പോൾ തന്നെ തിരിച്ചെടുക്കുക, അവൻ ഏറ്റവും സൗകര്യമായ പോസ്റ്റിംഗ് കൊടുക്കുക, കിടക്ക് പുറത്തു എന്ന് പറഞ്ഞ് അപമാനിക്കുക. എന്നാലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് പ്രശ്നമില്ല എങ്കിൽ എനിക്കും പരാതിയില്ല. മാധ്യമ പ്രവർത്തകർ തനിക്ക് ഇഷ്ടമുള്ള ചോദ്യം മാത്രമേ ചോദിക്കാവൂ എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? എല്ലാ ഏകാധിപതികളും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ പ്രകടിപ്പിക്കുന്ന അതേ അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അതീവ ഗൗരവതരമായ പ്രശ്നമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പ്രശ്നവും ഗൗരവതരമല്ല. ഒരു പ്രശ്നത്തെയും ഗൗരവതരമായി കാണാത്ത ഒരാളാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 4000 കോടി രൂപയുടെ വിഴിഞ്ഞം പദ്ധതിയിൽ 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച പാർട്ടി സെക്രട്ടറിയാണ് ശ്രീ പിണറായി വിജയൻ. അന്ന് അദ്ദേഹത്തിന് 4000 കോടി രൂപയുടെ മൊത്തം ചെലവുള്ള ഒരു പദ്ധതിയിൽ 6000 കോടി രൂപയുടെ അഴിമതി ആരോപിക്കാൻ കഴിയുമായിരുന്നു. ഞങ്ങൾ അതുപോലൊരു ആരോപണമല്ലല്ലോ ഉന്നയിച്ചത്. കോവിഡിന്റെ മറവിൽ കേരളത്തിലെ പാവപ്പെട്ട ആളുകളെ, ക്വാറന്റൈനിൽ കഴിയുന്ന പാവങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ഒരു അമേരിക്കൻ കമ്പനിക്ക് വിറ്റ് കാശാക്കാനുള്ള അവസരം കൊടുത്ത് ആരും അറിയാതെ നടത്തിയ ഈ രഹസ്യ കച്ചവടം പുറത്തു കൊണ്ടുവന്നതിന് അദ്ദേഹം മാധ്യമങ്ങളെയും ഞങ്ങളെയും ഒക്കെ പഠിക്കുകയാണ്. അദ്ദേഹം പറയുന്ന പ്രതിപക്ഷം കേരളത്തിൽ വലിയ നേട്ടമുണ്ടായതിന്റെ പേരിൽ ഞങ്ങളെ ആക്ഷേപിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ അത് ഞാൻ പിന്നീട് മറുപടി പറയാം. കേരളത്തിലെ ഇന്ത്യയിലെയും CPM-ഉം CPI-യും ഡേറ്റാ മോഷണത്തെ പറ്റി പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പാർട്ടി മറന്നുപോയി. ഇതൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുന്നത് കേട്ടു, അടിയന്തരമായ സാഹചര്യങ്ങളിൽ ഇത്തരം നടപടികൾ എടുക്കേണ്ടി വരും. എന്തടിയന്തരമായ സാഹചര്യത്തിലാണ് ഈ കമ്പനി എന്ത് ചെയ്തു? നമുക്ക് അടിയന്തരമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ ഏൽപ്പിച്ച ഈ കമ്പനി ഇത്രയും ദിവസമായി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് കൂടി ഗവൺമെന്റ് മറുപടി പറയുമെന്ന് ഞാൻ കരുതുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തെ പറ്റി നമ്മളോട് വാതോരാതെ സംസാരിക്കുന്ന CPM നേതാക്കന്മാർ ഇപ്പോൾ അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി വക്കാലത്ത് പറയുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെ അവർ വാരി പുണരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മറുപടിയുമില്ല. ഇപ്പൊ COVID-19 കേരളം നേരിട്ടതിൽ ജനങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമാണ്. ജനങ്ങൾ ഒറ്റയ്ക്ക് അതിനോട് പ്രതിപക്ഷം പൂർണ്ണമായി സഹകരിച്ചു. ഞങ്ങളെ ഏതെങ്കിലും ഘട്ടത്തിൽ മാറി നിന്നോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും പൂർണ്ണമായി പ്രതിപക്ഷം സഹകരിച്ചില്ലേ? മുഖ്യമന്ത്രി എന്നോട് ആവശ്യപ്പെട്ട എല്ലാ കാര്യത്തിലും ഞാൻ സഹകരിച്ചില്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അംഗങ്ങളോട് ഒരുമിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് സഹകരിച്ചു. ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു, ഞങ്ങൾ സഹകരിച്ചു. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതുപോലെ ഓരോ കാര്യത്തിലും ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറായി. പക്ഷേ പല പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ഞങ്ങളെ ഒഴിവാക്കി. ഒരു ലോക്ക്ഡൌൺ പിൻവലിക്കണമോ എന്നുള്ളതിനെ പറ്റി ആലോചിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഞങ്ങളോട് ചോദിച്ചില്ല. അതിന്റെ റിപ്പോർട്ട് വന്നു, ഞങ്ങളോട് ചോദിച്ചില്ല. പ്രധാനമന്ത്രി എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും വിളിച്ച് ഫോണിൽ ചോദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാക്കളോട് ഇക്കാര്യം ഫോണിൽ സംസാരിച്ചില്ല. ഞങ്ങൾ എവിടത്തും പരാതി പറഞ്ഞില്ല. ഞങ്ങളൊരു വിദഗ്ധ സമിതി ഉണ്ടാക്കി ഞങ്ങളുടെ റിപ്പോർട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, പ്രധാനമന്ത്രിക്ക് കൊടുത്തു. ഞങ്ങള് പരാതി ഇല്ലാത്തത് കൊണ്ടല്ല, ധാരാളം പരാതികൾ ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീരാം വെങ്കിട്ടറാമിന്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരണമെന്ന്, അതിനെതിരെ പ്രക്ഷോഭം വേണമെന്ന് പലരും പറഞ്ഞു. മദ്യം മരുന്നാണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഉൾപ്പെടെ എഴുതാൻ അവസരമുണ്ടായി. ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായി. ധാരാളം എതിർക്കപ്പെടേണ്ട അല്ലെങ്കിൽ സമരം ചെയ്യേണ്ട ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ ആരും സമരത്തിനോ പ്രതിഷേധത്തിനോ മുന്നോട്ട് പോയില്ല. ഗവൺമെന്റുമായി സഹകരിക്കാറുണ്ടായി. പക്ഷേ ഗവൺമെന്റ് ഗുരുതരമായ തെറ്റുകൾ ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്.
കേരളത്തിലെ പാവപ്പെട്ട ക്വാറന്റൈനിൽ കഴിയുന്ന പാവപ്പെട്ടവരുടെ ആരോഗ്യ വിവരങ്ങൾ ഒരു അമേരിക്കൻ കമ്പനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിനെതിരെ സംസാരിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കൊണ്ട് സംസാരിച്ചു. പാക്കേജിനെ പറ്റി ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു. ആ പാക്കേജ് എന്തായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പറയേണ്ടത് ആവശ്യമല്ലേ? ആ പാക്കേജിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല പരിപാടി ക്ഷേമനിധിയിൽ അംഗമല്ലാത്തവർക്ക് 1000 രൂപ കൊടുക്കുകയാണ്. ഇതുവരെ കൊടുത്തിട്ടില്ല. അത് ഉടനടി കൊടുക്കണം എന്ന് ഓർമ്മയില്ല. 14,000 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാണ്. ഇതുവരെ അവർക്ക് മുഴുവനായ പൈസ കിട്ടിയിട്ടുമില്ല. റേഷന്റെ അപാകതകൾ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ സമരത്തിന് പോയില്ല. പശ്ചിമ ബംഗാളിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത് മിശ്ര ഉൾപ്പെടെ ലെഫ്റ്റ് ഫ്രണ്ടിന്റെ സെക്രട്ടറി കൺവീനർ ബിമൻ ബോസ് ഉൾപ്പെടെ സമരം ചെയ്ത് അറസ്റ്റ് വരിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയ വാർത്ത എല്ലാ മാധ്യമങ്ങളും ദേശീയ തലത്തിൽ ചർച്ച ചെയ്തു. മമതാ ബാനർജി ഗവൺമെന്റിനെതിരായി അവര് നിരന്തരമായ സമരങ്ങളായി. ഞങ്ങൾ അതുപോലെ സമരം ചെയ്തു. സീതാറാം യെച്ചൂരി നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായി ഇറക്കിയ പ്രസ്താവനയുടെ ഒരു അംശം പോലും കേന്ദ്രത്തിലെ യു പി എ ഇറക്കിയിട്ടില്ല. അപ്പോൾ പൂർണ്ണമായി സഹകരിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ ഇതിന്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയും കൊള്ളയും ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത് പറയുമ്പോൾ സർക്കാരിന്റെ ഇമേജിനെ തകർക്കാനാണ്. സർക്കാരിന്റെ എന്ത് ഇമേജ് എന്നാണ് പറയുന്നത്? സ്വയം കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇമേജ് അല്ലാതെ. വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരു ലേഖനം പ്രകീർത്തിച്ച് എഴുതിയിട്ട് അവസാനമായി വാഷിംഗ്ടൺ പോസ്റ്റിന് ആ തിരുത്തേണ്ട ഗതികേടാണ് ഉണ്ടായത്. ദേശാഭിമാനിക്ക് ഒരു ചിത്രം കൊടുത്തിട്ട് ആ ചിത്രം പിന്നെ തിരുത്തേണ്ട ഗതികേടാണ് ഉണ്ടായി. ഇങ്ങനെയൊന്നും ആർട്ടിഫിഷ്യലായി ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് വസ്തുത അറിയാം, യാഥാർത്ഥ്യങ്ങൾ അറിയാം. ഈ കേരളത്തിലെ ജനങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. സാധാരണ ജനങ്ങളെ നിങ്ങൾ കബളിപ്പിക്കാമെന്ന് കരുതണ്ട. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് കേരള ജനതയെ വഞ്ചിച്ച ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അങ്ങേ കുറ്റക്കാരനാണെന്ന് ചരിത്രം നാളെ തുല്യം ചേർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടം അവസാനിക്കാൻ പോകുന്നില്ല. കോടതിയുടെ 1-2 ഒബ്സർവേഷൻ വന്നതിനെ പറ്റി കൂടി ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, കോടതിയുടെ കണ്ണിൽ പൊടിയിടാനാണ് സമിതിയെ നിയോഗിച്ചത്. നമ്മളാരും അറിഞ്ഞില്ല. കേരളത്തിലെ ഒരു പത്രം പറഞ്ഞില്ല. കോടതിയിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നു ആരോ 2 പേരെ വെച്ച് സമിതി ഉണ്ടാക്കിയത്. ഒരാൾ എയർ ഇന്ത്യയുടെ ജനറൽ മാനേജർ മാധവ മേനോൻ എൻ്റെ സുഹൃത്താണ്. എനിക്കറിയാവുന്ന ആളാണ് മാധവ മേനോൻ. എയർ ഇന്ത്യയുടെ MD ആയിരുന്നു. MD രാജീവ് സാധാരണ ടാറ്റ കൺസൾട്ടൻസിയിൽ അദ്ദേഹത്തിന് പുതിയ നിയമനമുള്ള കഴിഞ്ഞു. വിവരങ്ങൾ കൈമാറുന്നതെന്ന് കോടതി, സ്പ്രിംഗ്ലറിൽ നിന്ന് ഡേറ്റ അപ്ലോഡ് ചെയ്തതെന്ന് കോടതി ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. കേരളം അതീവ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണ്. IT സെക്രട്ടറിക്ക് മറുപടി പറയുന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്. IT സെക്രട്ടറി പറയും ഇതിന്റെ നെറ്റ് റിസൾട്ട് ആരും ഇതിൽ അപ്ലോഡ് ചെയ്തില്ലെന്ന്. ഇപ്പൊ കോടതിയിൽ പറഞ്ഞത് അപ്ലോഡ് ചെയ്തു. കേരളത്തിൽ ഇതേ സംബന്ധിച്ചൊരു ചർച്ച നടക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ള ആളാണ്. ഡേറ്റ പ്രൈവസിയെ സംബന്ധിച്ച് ഈ നാട്ടിൽ ഒരു ചർച്ച നടക്കണം. ഡിജിറ്റൽ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ മുഴുവൻ ആരോഗ്യ രഹസ്യങ്ങളും ഡോക്ടർക്ക് നമുക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യങ്ങൾ മുഴുവൻ ഒരു അമേരിക്കൻ കമ്പനിക്ക് കൊടുത്ത് അത് ഫാർമ കമ്പനികൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും മറിച്ചു വിൽക്കുന്ന ഗുരുതരമായ അഴിമതിയും കുറ്റവും കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതല്ലേ? ചർച്ച ചെയ്യണം. ശ്രീ പിണറായി വിജയൻ
നിങ്ങളോട് ഉത്തരം പറഞ്ഞില്ലെങ്കിലും സമൂഹം ഇത് ചർച്ച ചെയ്യും. സംശയമൊന്നും അക്കാര്യത്തിൽ വേണ്ട. കേരളത്തിലെ ആരോഗ്യരംഗത്തുണ്ടായ പുരോഗതി ഈ ഗവൺമെന്റിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണോ? ഞാൻ പരിശോധിച്ചു. കേരളത്തിൽ 21 മന്ത്രിസഭകൾ കേരളം ഭരിച്ചിട്ടുണ്ട്. ആ 22ാമത്തെ ഗവൺമെന്റാണിത്. 21 മന്ത്രിസഭകൾക്കും ഇതിന്റെ നേട്ടം അവകാശപ്പെടാൻ കഴിയും. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരെയുള്ള ഗവൺമെന്റുകൾക്ക് അവകാശപ്പെടാൻ കഴിയുന്നതാണ് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം നേടിയ പുരോഗതി. അതിനെയാണ് കേരള മോഡൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ നേട്ടമാണോ? വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരു പഴയ SFIക്കാരി എഴുതിയ ലേഖനം അത് തിരുത്തേണ്ടി വന്നു എന്നുള്ള കാര്യം ഓർക്കണം. 30 വർഷമായി കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് ഈ നേട്ടമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് അന്തർദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് രാജഭരണകാലം മുതൽ ആരോഗ്യരംഗത്ത് നാം നേടിയ നേട്ടമാണിത്. പണ്ടിവിടെ ഫ്ലൂ ഉണ്ടായി. ആ കാലഘട്ടത്തിൽ അന്ന് ഏറ്റവും കുറച്ച് ആളുകൾ മരിച്ചത് ഇവിടെയായിരുന്നു. MG രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ ഇപ്പം ഒരു പരമ്പര പറയുന്നുണ്ട്. ആളുകളൊന്ന് വായിച്ച് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ മഹാരാജാവിന്റെ കാലത്തും ഇവിടെ ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ സംവിധാനം ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യരംഗത്ത് പുരോഗതി ഉണ്ടായ AK ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന 2001 കാലഘട്ടത്തിലാണ്. ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും തുറന്നു കൊടുത്തു. എത്ര മെഡിക്കൽ കോളേജുകൾ, എത്ര എഞ്ചിനീയറിംഗ് കോളേജുകൾ, എത്ര നഴ്സിംഗ് കോളേജുകൾ, പാരാ മെഡിക്കൽ കോഴ്സുകൾ, നഴ്സിംഗ് കോഴ്സുകൾ എത്ര എണ്ണം ഉണ്ടായി. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ആരോഗ്യരംഗത്ത് വൻപിച്ച വിപ്ലവം ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റുകളും അതേ തുടർന്ന് തന്നെയാണ് പ്രവർത്തിച്ചത്. ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള നേട്ടം, ആ നേട്ടം നമ്മളെ നിപ്പയെ നേരിടുന്ന കാര്യത്തിൽ, ഫ്ലഡിനെ നേരിടുന്ന കാര്യത്തിൽ, ഇപ്പോൾ കൊറോണയെ നേരിടുന്ന കാര്യത്തിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേട്ടമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. ഏതായാലും ഒരു അന്താരാഷ്ട്ര കരാർ ഉണ്ടാക്കുമ്പോൾ പാലിക്കേണ്ട ഒരു നടപടിയും പാലിക്കാതെ ദുരൂഹമായ നിലയിൽ വലിയ തോതിലുള്ള ഒരു അഴിമതിക്ക് കൂട്ടുനിന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് മറുപടി പറഞ്ഞേ മതിയാകൂ. ഇത് ഒരു CBI അന്വേഷണം ഞാൻ ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ജനങ്ങൾക്ക് വസ്തുത മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ എന്റെ പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടി എല്ലാം ഭദ്രമാണ്, എല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് മാത്രമാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ മുന്നിൽ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം വളരെ ഗുരുതരമാണ്. താങ്കളുടെ പറഞ്ഞതുപോലെ തന്നെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. വളരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ഈ ഡാറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് ഇത് നടന്നത്. ട്വിറ്റർ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടിൽ ഡാറ്റ മോഷണം നടന്നിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത് എത്ര കോടി ഡാറ്റ മോഷണം അങ്ങനെ എന്തെങ്കിലും ഡാറ്റ മോഷണം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെട്ടത് അന്വേഷണത്തിലൂടെ വ്യക്തമാകുന്നു. കാരണം അത് ഓഫ് ആൻഡ് ആയിട്ട് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. അതുകൊണ്ടാണ് CBI അന്വേഷണം ഞാൻ ആവശ്യപ്പെടുന്നത്. ഡാറ്റ മോഷണം നടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ കമ്പനിക്ക് അവരുടെ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ ഫാർമ കമ്പനികളുമായി ബന്ധമുണ്ട്, അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് പല കമ്പനികളുമായി ബന്ധമുണ്ട്. ഇവരുടെ പേരിൽ കേസ് നിലവിലുണ്ട്. ഇവരുടെ പേരിൽ ഉണ്ടായിരുന്ന കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതുകൊണ്ട് അത് അറിയണമെങ്കിൽ ഒരു വിശദമായ അന്വേഷണം വേണം. അത് CBI പോലെയുള്ള ഒരു അന്തർദേശീയ തലത്തിൽ അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ഏജൻസിയെ കൊണ്ട് വേണം അന്വേഷിക്കാൻ. ആദ്യം ഉന്നയിച്ച ആരോപണത്തിൽ പറഞ്ഞത് ഡാറ്റ മോഷണവുമായി ബന്ധപ്പെട്ട അമേരിക്കയിൽ
ഇപ്പോൾ അത് തെളിവായിരിക്കുന്നത് ഡാറ്റ മോഷണവുമായി ബന്ധപ്പെട്ടല്ല, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കേസാണെന്നാണ്. അങ്ങനെ ഒരു ഡാറ്റ മോഷണ കേസ് ഇല്ല എന്ന് അരുവിക്കര MLA തന്നെ കഴിഞ്ഞ ദിവസം ചാനലിൽ പറയുന്നുണ്ടായി. അപ്പോൾ താങ്കൾ പറഞ്ഞത് ഡാറ്റ മോഷണമെന്നാണ്, ഇന്ത്യയിൽ തന്നെ ഒരു MLA പറയുന്നത് അങ്ങനെ ഒരു ആരോപണം തന്നെ ഡാറ്റ മോഷണമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി. ആദ്യം ഞാൻ പറഞ്ഞത് ഇവരുടെ പേരിൽ കേസുണ്ട്. ഇവരുടെ കേസിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇല്ല, ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്തതാണ്, എല്ലാവർക്കും ഞാൻ കൊടുത്തതാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഉപ്പൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി അവരെ വഞ്ചിച്ചു എന്നുള്ളതാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ കേസ് നിലനിൽക്കുന്നുണ്ടല്ലോ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് വേണ്ടിയാണോ അതോ ഡേറ്റയുടെ കാര്യമാണോ എന്നുള്ളതല്ലേ തർക്കം. കേസ് നിലവിലുണ്ടല്ലോ, തമ്മിലൊന്നും വലിയ വ്യത്യാസമില്ല. ഡാറ്റ മോഷണം എന്ന ആരോപണം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന് അസന്നിഗ്ധമായി ശബരിനാഥൻ MLA പറയുകയാണ്. അത് അദ്ദേഹത്തോട് ചോദിക്കണം. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഡേറ്റ മോഷണം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കിപ്പോൾ എങ്ങനെ പറയാൻ കഴിയും? സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ നിരവധിയായ കേസുകളിൽ ഇങ്ങനെ ഡേറ്റ മോഷണം നടക്കുന്നു എന്നുള്ളത് ലോകത്തൊക്കെ മുമ്പാട് ചർച്ച ചെയ്ത കാര്യമാണ്. ഡേറ്റ മോഷണം എന്നാണ് താങ്കൾ ആദ്യ പത്രസമ്മേളനം ഡേറ്റ മോഷണം നടക്കാനുള്ള സാധ്യത ചോദിക്കുന്നത്. ആ സാധ്യതയുടെ തെളിവുകൾ എവിടെ അതിനാണ് അന്വേഷണം ഞാൻ ആവശ്യപ്പെടുന്നത്. സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇത്തരം കമ്പനികൾക്ക് അത് അദ്ദേഹത്തിന് അറിയാവുന്നതാണ്, പോളിറ്റ് ബ്യൂറോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഞാനൊരു കാര്യമുണ്ട്, ആധാർ വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഇത് പ്രൈവറ്റ് കമ്പനികൾക്ക് മറിച്ചു കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആധാറിനെ സംബന്ധിച്ചുള്ള റിസർവേഷൻ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു എന്ന് പോളിറ്റ് ബ്യൂറോ നിരവധിയായ സന്ദർഭങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ തന്റെ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. അപ്പൊ അതില്ല എന്ന് പറയാൻ കഴിയില്ല. അതുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ലോകം ഇപ്പം ട്രംപിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിവാദം നിരവധി ലോകത്തുണ്ടാവും. ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന പല വിവാദങ്ങൾ ഡേറ്റ മോഷണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത അടയ്ക്കണം. ഞാൻ പറഞ്ഞതിന് ശേഷമല്ലേ ഇവിടെ NDA തയ്യാറായി? അതിനു മുമ്പ് എന്തുകൊണ്ട് അത് തയ്യാറായില്ല? ഞാൻ പറഞ്ഞതിന് ശേഷമല്ലേ 11-ാം തീയതി 12-ാം തീയതി ആ കത്തൊക്കെ അവർ വരുത്തിയത്. അല്ലേമല്ല ആ എഗ്രിമെന്റിനൊന്നും ഒരു നിയമ സാധ്യതയില്ല. അതൊക്കെയാണ് നിയമവിദഗ്ധന്മാർ പറയുന്നത്. ഞാൻ നിയമവിദഗ്ധനല്ലാത്തതുകൊണ്ട് അതിന്റെ കൂടുതൽ കാര്യങ്ങളിൽ കടക്കുന്നില്ല. ഈ സമാനമായ ഒരുപാട് വിഷയങ്ങൾ പിന്നെ കൊച്ചി കോർപ്പറേഷന്റെ കാര്യത്തിൽ ജനന മരണ സർട്ടിഫിക്കറ്റിന്റെ രജിസ്ട്രേഷൻ ഡാറ്റ കൺസൾട്ടൻസി പോലൊരു സ്ഥാപനമാണ് നടത്തുന്നത്. അവർക്ക് ആഗോളതലത്തിൽ തന്നെ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് അവരുടെ സേവനം നൽകുന്നവരാണ്. അവിടെ ചോർച്ച അങ്ങേക്ക് സംശയം വരുന്നില്ല. ഡാറ്റ കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സ്ഥാപനമെന്നാണ് എൻ്റെ അറിവ്. പക്ഷെ അവരുടെ ക്ലയന്റുകളെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ നിൽക്കുന്നവരാണ്. അതെനിക്കറിയില്ല. അത് ഇന്ത്യൻ സ്ഥാപനമാണെന്നാണ് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഇവിടെ രാജസ്ഥാൻ ഗവൺമെന്റ് കാര്യം പറഞ്ഞില്ലേ, അതുപോലെ നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പിനെ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന IT സെക്രട്ടറി കഴിഞ്ഞ 4 വർഷമായിട്ട് IT സെക്രട്ടറിയാണ്. ഞാൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞത് ശരിയല്ലാത്തതുകൊണ്ട് എന്നാലും പറയേണ്ടി വരുന്നു. UDF ഗവൺമെന്റ് കാലത്തും അദ്ദേഹം IT സെക്രട്ടറി ആയിരുന്നു കുറച്ചാണ്. ആ കാലത്തൊന്നും ഇത് വികസിപ്പിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്താ വികസിപ്പിക്കാതെ? അല്ല, വേണമെന്നില്ലല്ലോ. കാരണം ഇവരെ സീഡിറ്റൊക്കെ അവർ ഇത് ശക്തിപ്പെടുത്തേണ്ട ആവശ്യകത ഉണ്ടല്ലോ. രാജസ്ഥാൻ ഗവൺമെന്റ് ചെയ്ത പോലെ അവര് ഇത് ഡേറ്റ അനാലിസിസിന് വേണ്ടി വേണമെന്നത് കൊണ്ട് മാത്രമല്ലല്ലോ, പല കാര്യങ്ങൾക്കും ഡേറ്റ അനാലിസിസ് വേണമല്ലോ. ഗവൺമെന്റ് രാജസ്ഥാൻ ഗവൺമെന്റ് ചെയ്ത പോലെ അവരും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണല്ലോ സീഡിറ്റും ഒക്കെ ഉള്ളതാണ്. NIC, സീഡിറ്റ്, IT വിഷയൊക്കെ ആ ജോലിയാണല്ലോ ഉള്ളത്. പഴയ CPM-ന്റെ അപ്പൊ ഈ വിവരങ്ങൾ ചോരുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളാണോ ഇപ്പൊ കേൾക്കുന്നു? പഴയ എനിക്ക് വിവരം കിട്ടിയത് അങ്ങനെ CPM-മായി ബന്ധപ്പെട്ട ഉള്ളതാണെന്ന് അറിയാം. എനിക്ക് അല്ലാതെ പ്രതിപക്ഷ നേതാവിന് വിവരം കിട്ടാനുള്ള അവകാശമുണ്ട്.